ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് ലാസ്റ്റ് ക്ലാസ്സാണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെ ആപ്ലിക്കേഷനായിട്ടുള്ള ഇലക്ട്രോ പ്ലേറ്റിങ്, പിന്നെ പഠിക്കാൻ പോകുന്നത് സെല്ലുകൾ, പ്രൈമറി സെല്ല്, സെക്കൻഡറി സെല്ല്, ഫ്യൂവൽ സെല്ല്, അങ്ങനെ സിമ്പിൾ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ്. അപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കറിയാം. നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതുവരെ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ആദ്യം ഡാനിയൽ സെല്ല്, അല്ലെങ്കിൽ എന്താണ്, നമ്മൾ കെമിക്കൽ റിയാക്ഷൻ നടത്തി അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളെ പറ്റി പഠിച്ചു. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്നും പറയും. അത് കഴിഞ്ഞ് നമ്മൾ റിയാക്ടിവിറ്റി സീരീസിനെ പറ്റി പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇലക്ട്രോലിറ്റിക് സെല്ലുകളെ പറ്റി പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യുന്നു? കറണ്ട് കൊടുത്തിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ള കെമിക്കൽ റിയാക്ഷനെ നടത്തിയെടുപ്പിക്കുന്ന പരിപാടിയാണ് എന്ത്? ഈ പറയുന്ന ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നടക്കുന്നത്. അതിൽ നമ്മൾ സോഡിയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സോഡിയം ക്ലോറൈഡിൻ്റെ ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് പഠിച്ചു. അപ്പോൾ നിങ്ങൾ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? മുമ്പത്തെ ക്ലാസ്സിൽ കണ്ടിട്ട് ഇന്നത്തെ ക്ലാസ് കാണണം. കാരണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പത്തെ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ അറിയാമെന്ന് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും കാര്യങ്ങൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ റെഡിയല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകണ്ട. പലരും മറന്നാണ് പോകുന്നത്. അത് ഇനി ഇഷ്ടപ്പെടാത്തതാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അതുപോലെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടും പറയാം. ചാനലിൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണുണ്ട്, അതും ആ ബെല്ലൈക്കണൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചു. തുടങ്ങാമല്ലോ. ഇലക്ട്രോ പ്ലേറ്റിംഗ്. എന്താ ഇലക്ട്രോ പ്ലേറ്റിംഗ്? നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ള ഇലക്ട്രോ പ്ലേറ്റിംഗ്? നിങ്ങൾ എല്ലാവരും ഇലക്ട്രോ പ്ലേറ്റിംഗ് ജീവിതത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ആൺകുട്ടിയൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. നമ്മുടെ വണ്ടിയുടെയൊക്കെ സൈലൻസർ അല്ലേ, സൈലൻസർ എന്ന് പറയുന്ന ഭാഗം നല്ല കണ്ണാടി പോലെ ഫിനിഷിലിരിക്കത്തില്ലേ? അപ്പോൾ നമ്മളതിനെന്താണ് ക്രോം ഫിനിഷ് എന്നാണ് അതിനെ പറയുന്നത് അല്ലേ. സ്പ്ലെൻഡർ ബൈക്കും അതുപോലത്തെ ബൈക്കിലൊക്കെ നമുക്ക് സൈലൻസർ നോക്കും, നല്ല തിളങ്ങിയിരിക്കും. അതുപോലെ ചില കാറുകളുടെ ഫ്രണ്ടിലത്തെ ഗ്രില്ലിൻ്റെ ഭാഗത്തൊക്കെ ക്രോം ഫിനിഷ് ഉണ്ടാകും, അല്ലെങ്കിൽ അതിനെ പോയി ഡീക്രോം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടാകും. പെൺകുട്ടികളാണെങ്കിലോ സ്വർണ്ണാഭരണങ്ങൾ അല്ലേ, നമുക്ക് ഈ പറയുന്ന ചെറിയ വിലയ്ക്ക് സ്വർണം പോലെ കാണാൻ തോന്നിക്കുന്ന ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റുകൾ വാങ്ങാൻ പറ്റും. അപ്പോൾ അതിൽ ഗോൾഡ് പ്ലേറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. അത് അവിടെ നടക്കുന്നത് എന്തുവാണ്? ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ്. നേരത്തെ വണ്ടിയുടെ കാര്യത്തിൽ നടക്കുന്നത് എന്താണ്? ക്രോമിയം പ്ലേറ്റിംഗ് ആണ്. അതുപോലെ സ്റ്റീലിൻ്റെ പുറത്ത് നമ്മൾ ടിന്ന് പ്ലേറ്റ് ചെയ്തിട്ട് നമ്മൾ ടിൻ പ്ലേറ്റിംഗ് ചെയ്യാറുണ്ട്, ലെഡിൻ്റെ പ്ലേറ്റിംഗ് ചെയ്യാറുണ്ട്. അങ്ങനെ പലതരം സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇലക്ട്രോ പ്ലേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് നടക്കുന്ന സത്യത്തിൽ എന്താണ്? ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നടക്കുന്ന പരിപാടിയാണ്. അതായത് ഒരു മെറ്റലിന് ഓക്സിഡേഷൻ നടക്കും, മറ്റൊരു മെറ്റലിന് എന്ത് നടക്കും? റിഡക്ഷൻ നടക്കും. അപ്പോൾ ആദ്യം ഞാൻ ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും ചെയ്യുന്ന പോലെ എന്തുവാണ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ടൊന്ന് പറഞ്ഞു തന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എഴുതി പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ റെഡിയല്ലേ? അപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് നമ്മൾ അതിനെ മലയാളത്തിൽ എന്തുവാ പറയുന്നത്? നമ്മൾ വൈദ്യുത ലേപനം എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? വൈദ്യുത ലേപനം. അപ്പോൾ എന്തുവാണ് ഈ വൈദ്യുത ലേപനം എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കിയാലോ. അപ്പോൾ വൈദ്യുത ലേപനം മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് ആദ്യം ഇപ്പോൾ നോട്ട് ഇവിടെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ നോട്ട് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ടെലഗ്രാം വാട്സാപ്പ് ചാനലിൽ അയച്ചിട്ടുണ്ട്. കിട്ടാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇനി പോയി ജോയിൻ ചെയ്യുക. ഇനി വാട്സാപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളണേ, നിങ്ങളൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുന്നേ ഉള്ള മീഡിയ ഡോക്യുമെൻ്റ് ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല, ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, അതറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ അവിടെ ചോദിക്കണം നോട്ട്. ആ ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് അയച്ചാൽ മതി. പേഴ്സണലി അയക്കാൻ നിൽക്കേണ്ട. പലപ്പോഴും ഞാൻ കാണത്തില്ല, കാരണം നിങ്ങൾ അയക്കുന്ന മെസ്സേജ് 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കാണും. അപ്പോൾ തിരക്കായതുകൊണ്ട് മിസ്സായി പോകുന്നതാണ്. പക്ഷേ നിങ്ങൾ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാനല്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ളവർക്ക് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലുള്ള നോട്ട് അവരെന്ത് ചെയ്യും? നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഗ്രൂപ്പിനകത്ത്. ഓക്കെ, സോ ടെലഗ്രാമിലാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ജോയിൻ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇഷ്ടമുള്ള നോട്ട് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാഠം നോക്കി പോവാം. അപ്പോൾ റെഡിയല്ലേ? ഇലക്ട്രോ പ്ലേറ്റിംഗ് പഠിക്കാൻ റെഡിയല്ലേ? അപ്പോൾ നോക്കിക്കോടാ. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലാണ് അവിടെ ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ആനോഡാണ്. നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് അവിടുത്തെ എന്താണ്? കാഥോഡ് ആണ്. ആനോഡിൽ നടക്കുന്നത് എന്താണ്? ഓക്സിഡേഷൻ ആണ്, അതായത് ഇലക്ട്രോൺസ് നഷ്ടപ്പെടും. കാഥോഡിൽ നടക്കുന്നത് എന്താണ്? റിഡക്ഷൻ ആണ്. എന്താണ്? റിഡക്ഷൻ ആണ്. ഇത്രയും കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നോക്കിക്കോട്ടെ, നമുക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇരുമ്പിൻ്റെ മുകളിൽ നമ്മൾ കോപ്പറാണ് പ്ലേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇരുമ്പിൻ്റെ മുകളിൽ സ്വർണ്ണമാണ് പ്ലേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ക്രോമിയമാണ് പ്ലേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ, ഇനി എന്തോ ആയിക്കോട്ടെ, നമ്മൾ എന്ത് മെറ്റലിനെയാണോ പ്ലേറ്റ് ചെയ്യാൻ പോകുന്നത് ആ മെറ്റലിന് നമ്മൾ എന്തായിട്ട് എടുക്കണം? ആനോഡായിട്ട് എടുക്കണം. എന്ന് വെച്ചാൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ വേണം അതിൽ കൊടുക്കാൻ. ഇനി ഏത് മെറ്റലിൻ്റെ പുറത്താണോ കോട്ട് ചെയ്യാനുള്ളത് അത് നമ്മൾ എന്തായിട്ട് എടുക്കണം? കാഥോഡായിട്ട് എടുക്കണം. എന്ന് വെച്ചാൽ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ അവിടെ വേണം കൊടുക്കാൻ. അപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനലിൽ നമ്മൾ ഏത് മെറ്റലിന് മുകളിലാണോ കോട്ട് ചെയ്യാനുള്ളത് അതിലേക്ക് കൊടുക്കും. ഇനി ഈ പറയുന്നത് നമ്മൾ എങ്ങോട്ട് കൊടുക്കും? ഈ പറയുന്ന ഏത് മെറ്റലാണോ കോട്ട് ചെയ്യാനുള്ളത് നമ്മൾ എന്ത് ചെയ്യും? ആ മെറ്റൽ നമ്മൾ ഈ പറയുന്ന ആനോഡായിട്ടും കൊടുക്കും. അപ്പോൾ നമുക്ക് തൽക്കാലം ആനോഡായിട്ട് കോപ്പറിനെ എടുക്കാം. ആരെടുക്കാം? കോപ്പറിനെ എടുക്കാം. കോപ്പറാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പൂശാനായിട്ട് പോകുന്നത്. നമുക്ക് ആരുടെ പുറത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയൺ. ആരുടെ പുറത്താണ്? അയൺ. അപ്പോൾ
ഇലക്ട്രോഡായി കറണ്ടായി. അടുത്ത് എന്ത് വേണം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനം പറഞ്ഞില്ലേ, ഇലക്ട്രോലൈറ്റ് വേണം അല്ലേ? അപ്പോൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമുക്കറിയാമല്ലോ, ഏത് മെറ്റലാണോ നമ്മൾ ആനോഡായിട്ട് ഉപയോഗിക്കുന്നത് ആ മെറ്റൽ വരുന്ന വസ്തുവിനെ വേണം നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കാൻ? ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഈ നീല നിറത്തിലുള്ള കളർ അടിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മളിവിടുത്തെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? നീലത്തുരിശക്ക് എന്നൊക്കെ പറയപ്പെടുന്ന ആരാണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ്. എന്താണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ് നമ്മളിവിടുത്തെ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം കോപ്പർ സൾഫേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ CuSO4 ആണ്. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് കൂടെ ഉണ്ട്? വാട്ടറും കൂടെ ഉണ്ട്. പക്ഷേ ഇവിടെ ഞാൻ വാട്ടറിൻ്റെ ഡിസോസിയേറ്റ് ചെയ്ത ഇത് എഴുതത്തില്ല. ഞാൻ എന്താണ് ഈ പറയുന്ന CuSO4 വെള്ളത്തിൽ ലയിക്കുമ്പോഴത്തേക്കും ഇവിടെ ആരൊക്കെ ഉണ്ടാവും? Cu പ്ലസും SO4, Cu2 പ്ലസും SO4 എന്താണ്? 2- ഉള്ളൂ. Cu2 പ്ലസും SO4 2- അയോണുകളായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. അതായത് Cu2 പ്ലസ് അതുപോലെ എന്താണ്? SO4 2- കാണുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ H പ്ലസും OH- എന്താ എഴുതാത്തതെന്ന്? അതിൻ്റെ അളവ് ഇവിടെ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണെന്ന് തൽക്കാലത്തേക്ക് നമ്മുടെ 10ാം ക്ലാസ് ലെവലിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. സോ ഇവിടെ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. ഇപ്പോൾ മുമ്പൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അത് പറയാതെ വിടാത്തത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മൊത്തം ഇപ്പോൾ ആരൊക്കെയുണ്ട്? Cu2 പ്ലസും ഉണ്ട്, അതുപോലെ ആരുണ്ട്? SO4 2- ഉണ്ട്. കറണ്ട് കണക്ഷൻ കൊടുത്തു. എന്ത് പറ്റും? കാഥോഡ് എന്ന് പറയുന്ന ആൾ നെഗറ്റീവ് ചാർജാണ്, ആനോഡ് എന്ന് പറയുന്ന ആൾ പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ആലോചിച്ച് നോക്കടാ, പോസിറ്റീവായിട്ടുള്ള ഈ പറയുന്ന സൊല്യൂഷനിൽ കാണുന്ന പോസിറ്റീവ് അയോൺസ് ആരാണ്? Cu2 പ്ലസ്. ആരാണ്? Cu2 പ്ലസ്. അവരെങ്ങോട്ട് പോകും? അവർ സ്വാഭാവികമായിട്ട് നെഗറ്റീവിൻ്റെ അടുത്തോട്ട് പോകും. ആരുടെ പോകും? നെഗറ്റീവിൻ്റെ അടുത്തോട്ട് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന Cu2 പ്ലസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആരാ ഉള്ളത്? ഇലക്ട്രോൺസ് അല്ലേ ഉള്ളത് അല്ലേ? ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഇലക്ട്രോൺസ് അല്ലേ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? ഈ ഇലക്ട്രോൺസുമായിട്ട് ചേരും. എന്നിട്ട് എന്തായിട്ട് മാറും? Cu ആയിട്ട് മാറും. എന്നിട്ട് ഈ കോപ്പർ എന്ത് ചെയ്യും? ഈ പറയുന്ന മെറ്റലിൻ്റെ ചുറ്റും അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ എന്ത് പറ്റും? പതുക്കെ ഈ പറയുന്ന സൊല്യൂഷനകത്തുള്ള Cu2 പ്ലസിൻ്റെ അളവ് കുറയുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? കുറച്ച് കഴിയുമ്പോൾ റിയാക്ഷൻ നിന്നു പോലെ. അപ്പോൾ കണ്ടിന്യൂസ് നടക്കണ്ടേ. അപ്പോൾ എന്ത് പറ്റും? ഈ പോസിറ്റീവായിട്ടുള്ള ആനോഡ് അതിനടുത്തോട്ട് ആര് പോവും? SO4 2- പോവും. ആര് പോവും? SO4 2- പോവും. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവാണ്. എന്ത് നടക്കും? ഓക്സിഡേഷൻ നടക്കും. എന്ത് പറ്റും? ഈ മെറ്റൽ ഇതിനകത്തിരിക്കുന്ന കോപ്പർ ഓക്സിഡൈസ് ചെയ്തിട്ട് Cu2 പ്ലസ് 2 ഇലക്ട്രോൺസ് ആയിട്ട് മാറിയിട്ട് ഈ പറയുന്ന Cu2 പ്ലസ് എങ്ങോട്ട് ചാടും? ഈ സൊല്യൂഷനിലോട്ട് വരും. അപ്പോൾ സൊല്യൂഷനിൽ നിന്ന് Cu2 പ്ലസ് ഈ പറയുന്ന അയണിൻ്റെ പുറത്ത് പോയി പറ്റി കോപ്പറായിട്ട് മാറുമ്പോൾ പകരം ഇപ്പുറത്തിരിക്കുന്ന കോപ്പറിൽ നിന്നുള്ള Cu2 പ്ലസ് സൊല്യൂഷനിലോട്ട് വരും. അപ്പോൾ വന്ന കാര്യം മാത്രം ഞാനൊന്ന് കാണിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ എന്താ ഇവിടെ നമ്മൾ നടക്കുന്ന പരിപാടി എന്തുവാണ്? സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. സൊല്യൂഷൻ്റെ കളറൊക്കെ തൽക്കാലം നമുക്ക് മറന്നു വയ്ക്കാം. നമുക്ക് കാര്യത്തിലോട്ട് വരാം. സോ പച്ച കളർ ഉണ്ടായിരുന്നു, നമ്മുടെ അയണം മാഞ്ഞു പോയി. ശരി, അപ്പോൾ എന്താ പറ്റുന്നത്? സൊല്യൂഷനകത്തുള്ള Cu2 പ്ലസ് Cu2 പ്ലസ് ആരുടെ അടുത്ത് പോവും? കാഥോഡിൻ്റെ അടുത്ത് പോയിട്ട് കാഥോഡിൽ നിന്നുള്ള ഈ കാണുന്ന ഇലക്ട്രോൺസിനെ വാങ്ങിച്ചിട്ട് എന്തായിട്ട് മാറും? Cu ആയിട്ട് മാറും. എന്നിട്ട് ഈ മെറ്റലിൻ്റെ ചുറ്റിലും ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. ഓക്കെ. അടുത്ത് SO4 2- ഇവിടെ പോയി നിൽക്കും. SO4 2- ഇവിടെ പോയി നിൽക്കും. അപ്പോൾ നോർമലി ഇവിടുന്ന് ഇങ്ങോട്ട് Cu2 പ്ലസിന് വരാനുള്ള ടെൻഡൻസി ഉണ്ടാകും. മാത്രമല്ല എന്ത് പറ്റും? Cu2 പ്ലസ് ഓക്സിഡൈസ് ആകും. Cu2 പ്ലസ് ഓക്സിഡൈസ് ആകും എന്ന് വെച്ചാൽ എന്ത് പറ്റും? അത് Cu2 പ്ലസും പ്ലസ് 2 ഇലക്ട്രോൺസുമായിട്ട് മാറും. ആ ഇലക്ട്രോൺസ് നേരെ ഇങ്ങോട്ട് പോയിട്ട് ഈ ഇലക്ട്രോൺസ് ഇവിടെ നിൽക്കും. അത് ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് സഞ്ചരിക്കും, ഇങ്ങോട്ട് സഞ്ചരിക്കും. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഇങ്ങനെ നടക്കുന്നു, അത് ഇങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ആകുന്നു, കോപ്പറായിട്ട് മാറുന്നു. ഈ പറയുന്ന ഇവിടെ ഇരിക്കുന്ന കോപ്പറിൻ്റെ അളവ് കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞ് അത് ചുരുങ്ങി വരും. ഇതിൽ നിന്ന് ഈ പറയുന്ന Cu2 പ്ലസ് അയോണുകൾ എങ്ങോട്ട് വരും? സൊല്യൂഷനിലോട്ട് വരും. അങ്ങനെ ഈ റിയാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും. ഇവിടുത്തെ കോപ്പർ തീരുന്നത് വരെ, കറണ്ട് കണക്ഷൻ ഉള്ളത് വരെ നടന്നുകൊണ്ടേയിരിക്കും. ഇതിന് ചുറ്റും എന്ത് പറ്റും? കോപ്പറിൻ്റെ ഒരു ചെറിയ കോട്ടിങ് ഉണ്ടാവും. ഇതാണ് റിയാക്ഷൻ. ഇതാണ് ഇവിടെ നടക്കുന്ന പരിപാടി. അപ്പോൾ ആനോഡിൽ എന്ത് നടന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും. എന്താണ് ആനോഡ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരാണ്? ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോപ്പറാണ്. കാരണം അതിനകത്താണ് നമ്മൾ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തത്. അതോടെ എപ്പോഴും നടക്കുന്ന എന്ത് റിയാക്ഷൻ ആയിരിക്കും? അത് ഓക്സിഡേഷൻ റിയാക്ഷൻ ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഓക്സിഡേഷൻ? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. കോപ്പർ എന്ന് പറയുന്ന ആൾ 2 ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്തിയിട്ട് എന്തായിട്ട് മാറുന്നു? കോപ്പർ അയോണായിട്ട് 2+ അയോണായിട്ട് മാറുന്നു. അടുത്ത് എന്താണ് കാഥോഡിൽ നടക്കുന്നത്?
കാഥോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, അയൺ ആണ് കാഥോഡായിട്ട് കൊടുത്തേക്കുന്നത്. അയൺ നമ്മൾ നെഗറ്റീവ് ടെർമിനലായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അവിടെ എന്ത് നടക്കും, അവിടെ റിഡക്ഷൻ നടക്കും. ആരുടെ, അയണിൻ്റെ റിഡക്ഷൻ അല്ല നടക്കുന്നത്. എന്താണ്, സൊല്യൂഷനിലുള്ള Cu2+ അയണിലൂടെ വന്ന് 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് കോപ്പറായിട്ട് മാറിയിട്ട് ഈ കോപ്പർ എന്ത് ചെയ്യും, ഈ പറയുന്ന അയണിൻ്റെ ചുറ്റും പറ്റിപ്പിടിച്ചിരിക്കും. അങ്ങനെ അയണിന് ചുറ്റും കോപ്പറിനൊരു കോട്ടിങ് ഉണ്ടാവും. ഇത്രയും മനസ്സിലായെങ്കിൽ നമുക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരം സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. നിസ്സാരം അല്ലേ. നോക്കിയോ, വിച്ച് മെറ്റൽ ഈസ് കണക്ട് ടു ദ പോസിറ്റീവ് ടെർമിനൽ. പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുമ്പോൾ ഇതാണ്. ഇവിടെ കണക്ട് ചെയ്തേക്കുന്ന ആരെയാണ്, കോപ്പർ. വിച്ച് മെറ്റൽ ഈസ് കണക്ട് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ഏതാണ്, അയൺ. ആരാണ്, ഞാനെന്താ ഐ എന്ന് ഓക്കെ എഫ് എന്ന് എഴുതാൻ പോയിട്ട് ബാക്കി എഴുതാണ് കേട്ടോ, അയൺ. വിച്ച് സൊല്യൂഷൻ ഈസ് യൂസ്ഡ് എസ് ഇലക്ട്രോലൈറ്റ്. ഏതാണ്, CuSO4 അഥവാ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വിച്ച് ആർ ദ അയോൺസ് പ്രസന്റ് ഇൻ ദ ഇലക്ട്രോലൈറ്റ്. ഏതൊക്കെയാണ്, പ്രധാനമായിട്ടും കാണുന്നത് Cu2+ഉം SO4 2- ആണ്. ഇവിടെയാണ് ഞാൻ വാട്ടറിനെ തൽക്കാലത്തേക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒഴിവാക്കിയത്. വിച്ച് ഇലക്ട്രോഡ് ഈസ് കണക്ട് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. പോസിറ്റീവിൽ കണക്ട് ചെയ്തേക്കുന്ന ആൾ ആനോഡ്. വാട്ട് ഈസ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ്. എന്താണ് അവിടെ നടക്കുന്നത്, അവിടെ നടക്കുന്നത് ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, കംപ്ലീറ്റ് ദ ഇക്വേഷൻ. എന്ത് പറ്റും, Cu2+ഉം 2 ഇലക്ട്രോണായിട്ട് മാറും. അതുകൊണ്ടാണ് അതിനെ ഓക്സിഡേഷൻ എന്ന് വിളിച്ചത്. ഇലക്ട്രോൺ എന്ത് ചെയ്തോടെ നഷ്ടപ്പെട്ടു. വിച്ച് ഇലക്ട്രോഡ് ഈസ് കണക്ട് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി, കാഥോഡ്. വാട്ട് ഈസ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ കാഥോഡ്. ഏതാണ്, റിഡക്ഷൻ. എന്താണ്, റിഡക്ഷൻ. വിച്ച് അയോൺ വിൽ ബി അട്രാക്റ്റഡ് ടു ദ കാഥോഡ്, ദ അയൺ റിംഗ് ഫ്രം ദ സൊല്യൂഷൻ. അതായത് അയൺ റിങ്ങിലോട്ട് ഏത് സൊല്യൂഷനാണ്, ഏത് അയോണാണ്, അതായത് സൊല്യൂഷനിൽ നിന്നും ഏത് അയോണാണ് ഈ പറയുന്ന ഇരുമ്പിനടുത്തോട്ട് പോകുന്നത്. ആരായിരിക്കും, Cu2+. ആരായിരിക്കും, Cu2+. എന്ത് സംഭവിക്കും, Cu2+ ഇവിടെ നിന്ന് വരുന്ന 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് Cu ആയിട്ട് മാറും. സോ റിയാക്ഷൻ ഓഫ് ദ ആനോഡ് Cu2+, Cu2+ഉം 2 ഇലക്ട്രോണായിട്ട് മാറി, Cu2+ഉം +2 ഇലക്ട്രോണായിട്ട് Cu ആയിട്ട് മാറി കാഥോഡിൽ. സോ എന്താ പറ്റിയത്, സോ അറ്റ് ദ ആനോഡ് കോപ്പർ undergoes oxidation and enters into the solution. ഇടതുവശത്ത് നിന്ന് കോപ്പർ Cu2+ സൊല്യൂഷനിലോട്ട് വന്നു as the Cu2+ ion. At the same time Cu2+ ion from the solution, സൊല്യൂഷനിൽ ഉണ്ടായിരുന്നത് നേരെ അങ്ങോട്ട് പോയി ഇരുമ്പിൻ്റെ അടുത്തോട്ട് പോയി, എന്നിട്ട് എന്ത് പറ്റി, റെഡ്യൂസ് ആയിട്ട് മാറി. അതാണ് കാഥോഡിന് അടുത്ത് പോകുന്നത്. അങ്ങനെയാണ് കോപ്പർ കോട്ടിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇനി വളരെ നിസ്സാരമായിട്ട് പറയും, സാറേ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കോട്ടിങ് എ ലെയർ ഓഫ് വൺ മെറ്റൽ. ഒരു മെറ്റലിൻ്റെ ലെയർ നമ്മൾ ഒരു പ്രോസസ് ഓഫ് എന്ത് ചെയ്യുന്നു, ഒരു മെറ്റൽ നമ്മൾ കോട്ട് ചെയ്യുന്നു. എന്തിലോട്ട്, മറ്റൊന്നിലോട്ട്. ഒരു മെറ്റലിനെ മറ്റൊന്നിൻ്റെ മുകളിലേക്ക് കോട്ട് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് എന്ത്, ഇലക്ട്രോപ്ലേറ്റിംഗ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇലക്ട്രോപ്ലേറ്റിങ്ങിൽ നമ്മൾ ആരെയാണ് ആനോഡാക്കി വെക്കേണ്ടത്, നമ്മൾ ആരെയാണ് ആനോഡാക്കി വെക്കേണ്ടത്, ആരെയാണോ നമുക്ക് കോട്ടിംഗ് നടത്തേണ്ടത് അവനെ ആനോഡ്, ആരുടെ പുറത്താണോ കോട്ടിംഗ് നടത്തേണ്ടത് അതിന് നമ്മൾ എന്താക്കി വെക്കണം, കാഥോഡാക്കി വെക്കണം. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, കാരണം ആനോഡിൽ നിന്നാണ് നഷ്ടപ്പെടുന്നത്, കാഥോഡിന് കിട്ടുകയാണ് ചെയ്യുന്നത്. സോ ദസ് ഓക്കെ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, എൻഹാൻസസ് ദ ബ്യൂട്ടി ഓഫ് ദ മെറ്റൽ, അതുപോലെ തന്നെ ഇപ്പോൾ കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ മുകളിൽ ക്രോമിയം കോട്ടിംഗ് ഒക്കെ ചെയ്യുന്ന ഭംഗിക്കും പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട്. സ്വർണം, ഇരുമ്പിൻ്റെ മുകളിൽ സ്വർണത്തിൻ്റെ കോട്ടിംഗ് കൊടുത്ത് ആഭരണങ്ങളാക്കുമ്പോൾ ഭംഗിയും കൂടും, ആ പറയുന്ന ഇരുമ്പ് എന്താണ്, അല്ലെങ്കിൽ സ്റ്റീൽ എന്താണ്, തുരുമ്പിക്കാതെ കുറേ കാലം ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ അടുത്ത പോയിന്റാണ് ഏറ്റവും നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട, പരീക്ഷയ്ക്ക് ചോദിക്കും. ഒബ്ജക്റ്റ് ടു ബി കോട്ടഡ് ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ. ഒബ്ജക്റ്റ് ടു ബി കോട്ടഡ്, നെഗറ്റീവ് ടെർമിനൽ അഥവാ കാഥോഡ് ഓഫ് ദ ബാറ്ററി ആഫ്റ്റർ ക്ലീനിങ് ദ മെറ്റൽ. ദ മെറ്റൽ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ പ്ലേറ്റിംഗ്. ആരെയാണോ പ്ലേറ്റ് ചെയ്യുന്നത് അതെവിടെ കൊടുക്കണം, പോസിറ്റീവ് കൊടുക്കണം, എന്ന് വെച്ചാൽ ആനോഡാക്കി വെക്കണം. ഓക്കെ. ഇനി ഒരു സോൾട്ട് സൊല്യൂഷൻ നമ്മൾ എന്താണ്, നമ്മൾ യൂസ് ചെയ്യണം. ഒരു സോൾട്ട് സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ആ സോൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ആ മെറ്റൽ അടങ്ങിയിട്ടുള്ളതായിരിക്കണം. അതായത് ഇപ്പോൾ സിൽവർ കോട്ട് ചെയ്യാൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ സോഡിയം സയനൈഡും പ്ലസ് സിൽവർ സയനൈഡ് സൊല്യൂഷൻ ഉപയോഗിക്കണം. ഗോൾഡ് ആണെങ്കിൽ സോഡിയം സയനൈഡും ഗോൾഡ് സയനൈഡ് സൊല്യൂഷൻ ചേർത്തിട്ടായിരിക്കും നമ്മൾ അവിടുത്തെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. കാരണം അവിടെ എന്ത് വേണം, നമ്മൾ ആനോഡായിട്ട് കണക്ട് ചെയ്യുന്ന മെറ്റലിൻ്റെ സൊല്യൂഷൻ ആയിരിക്കണം ഇലക്ട്രോലൈറ്റിൽ. എങ്കിലേ ഇവിടെ നിന്നുള്ള ആൾ ആ കാഥോഡിലോട്ട് പോകുമ്പോൾ ആനോഡിൽ നിന്നുള്ള മെറ്റലിന് ഇറങ്ങി സൊല്യൂഷനിലോട്ട് വന്നിട്ട് സൊല്യൂഷനെ വീണ്ടും ആളെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. സെറ്റ് തീർന്നു, ഇലക്ട്രോലൈസിസ് തീർന്നു. ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞു തന്നാൽ മതിയാവൂലേ, അല്ലേ? ഇനി വേറെ വല്ല ട്രിക്കും ഇത് ഈ പറയുന്ന കുറേ കോഡും പരിപാടിയുടെ ഒക്കെ ആവശ്യമുണ്ടോ? അവിടെ കാര്യം പഠിച്ചു വെച്ചാൽ പോരെ, അല്ലേ? ഇത് ആദ്യമേ ഈ ക്ലാസ് കാണുന്ന ഒരു കുട്ടിക്ക് ഞാൻ ഓരോ പോയിന്റും എവിടെ ഒന്നും ഞാൻ കാണാതെ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. എവിടെ വന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോഡിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കി പഠിച്ചു വയ്ക്കും. മനസ്സിലാക്കി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പഠിച്ചതാണ്, മാർച്ച് പരീക്ഷയ്ക്ക് വരെ നമുക്ക് എന്താണ് ഇവിടെ സെറ്റായിരിക്കും. ഈ ചാപ്റ്റർ വളരെ ഈസി ആയിരിക്കും. ഇനി മനസ്സിലാക്കാതെ കാണാൻ പടം പഠിക്കാൻ നിന്നാണ്
കോഡൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. സോഷ്യൽ സയൻസ് പഠിപ്പിക്കുമ്പോൾ ഞാൻ പലപ്പോഴും കോഡ് പറഞ്ഞു തരാറുണ്ട്. ഇവിടെയും നമുക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ കൺഫ്യൂഷൻ വരുന്നിടത്ത് ഞാൻ മാക്സിമം കോഡുകൾ പറയാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എപ്പോഴും കോഡ് പറയുന്നതൊന്നും ശരിയല്ല. കാരണം മനസ്സിലാക്കി പഠിക്കുക സയൻസ് ആണ്. ചോദ്യ പേപ്പർ കണ്ടപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, കോൺസെപ്റ്റിൽ നിന്ന് ചോദ്യം വരും. അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കോട്ടിംഗ് എ ലെയർ ഓഫ് വൺ മെറ്റൽ ഓൺ ടു ദ അതർ മെറ്റൽ ത്രൂ ഇലക്ട്രോളിസിസ്. എന്ത് പറ്റും? ഒബ്ജക്റ്റ് ടു ബി കോട്ടഡ് ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി, അതായത് കാഥോഡ്. അടുത്ത് ദ മെറ്റൽ യൂസ്ഡ് ഫോർ പ്ലേറ്റിംഗ്. ആരെയാണോ പ്ലേറ്റ് ചെയ്യേണ്ടത് അവന് നമ്മൾ ആനോഡായിട്ട് കണക്ട് ചെയ്യും. സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് ആനോഡിൽ മറ്റ മെറ്റലിൻ്റെതായിരിക്കണം. ഇലക്ട്രോളിസിസ് ആകുമ്പോൾ എന്ത് പറ്റും? മെറ്റൽ ആനോഡിൽ നിന്ന് ഡിസോൾവ് ചെയ്ത് സൊല്യൂഷനിലോട്ട് വരികയും സൊല്യൂഷനിലുള്ള അയോൺ നേരെ എന്ത് പറ്റും? കാഥോഡിലോട്ട് പോയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് തിൻ ലെയറായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോളിസിസ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇലക്ട്രോളിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും മെറ്റലുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് പല മെറ്റലുകളുടെയും ഇലക്ട്രോളിസിസ് സൊല്യൂഷനിൽ നിന്ന് നമുക്ക് മെറ്റൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, അലുമിനിയം ഒക്കെ നമുക്ക് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അടുത്ത് നോൺ മെറ്റലുകളായിട്ടുള്ള പലതും, അതായത് ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിൽ ഇലക്ട്രോളിസിസിലൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് അതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും, അതുള്ള ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും. അത് ഈ കറണ്ട് കൊടുത്തിട്ട് അവരെ വേർതിരിപ്പിക്കുന്ന പരിപാടി. വാട്ടറിന് കറണ്ട് കൊടുത്ത് നമ്മൾ ഹൈഡ്രജൻ, ഓക്സിജൻ ഉണ്ടാക്കിയില്ലേ, അതുപോലത്തെ പരിപാടി. ഇനി പല പല കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ഉൽപ്പാദിപ്പിച്ചത് മറന്നുപോയോ? അല്ലേ? സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചില്ലേ? എങ്ങനെയാണ്? സോഡിയം ഉപ്പ് വെള്ളത്തിൽ നിന്ന്. മറന്നുപോയോ? ഇല്ല. അടുത്ത് ഇപ്പോൾ പറയുന്ന സാധനം ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഗോൾഡ് ജ്വല്ലറികൾ, സിൽവർ പ്ലേറ്റിംഗ്, ക്രോമിയം പ്ലേറ്റിംഗ് ഒക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇനി പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്. മെറ്റൽ നമുക്ക് പ്യൂരിഫൈ ചെയ്യാനും പറ്റും. അതായത് മെറ്റലിനകത്തുള്ള ഇംപ്യൂരിറ്റീസിനെയൊക്കെ മാറ്റിയിട്ട് പ്യുവർ ഫോം ഓഫ് ദ മെറ്റലാക്കി എടുക്കാനും നമുക്ക് എന്ത് പറ്റും? ഈ പറയുന്ന പ്യൂരിഫിക്കേഷൻ കൊണ്ട് സാധിക്കും. തീർന്നു, മെയിൻ ടോപ്പിക്ക് തീർന്നു. ഇനി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മാർക്ക് ഉണ്ടാക്കി തരുന്നൊരു ഭാഗമാണ് സെല്ല്. ഇത് എന്തുവാണ് സെല്ലെന്ന് വെച്ചാൽ? ബാറ്ററി എന്ന് വെച്ചാൽ എന്തുവാ ബാറ്ററി? കെമിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജിയാക്കി തരുന്ന ഒരു ഉപകരണം അല്ലേ? ഈ പറയുന്ന സെല്ലിനകത്ത് എന്ത് നടക്കും? കെമിക്കൽ റിയാക്ഷൻ നടക്കും. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക്കൽ എനർജി കിട്ടുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ഒരു സെല്ലെന്ന് വിളിക്കുന്നു. രണ്ട് ജോലിയാണ് ഉള്ളത് അല്ലേ? ഒന്ന്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനർജിയെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ വാച്ച്, മറ്റ് വാഹനങ്ങൾ, മറ്റു കാര്യങ്ങൾ എല്ലാത്തിനകത്തും എന്താണ്? ഈ പറയുന്ന സെല്ല് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പോർട്ടബിൾ ആണ് അല്ലേ? നമുക്ക് ഈ പറയുന്ന സെല്ല് പോലെ തൂക്കിക്കൊണ്ട് നടക്കണ്ട, അല്ലെങ്കിൽ എന്താണ് ജനറേറ്റർ കൊണ്ട് നടക്കണ്ട, സ്റ്റോർ ചെയ്ത സാധനം ആവശ്യമുള്ളപ്പോൾ കിട്ടുന്ന പോർട്ടബിൾ ആണ്. രണ്ട്, സ്റ്റോറേജ് ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ വണ്ടികളിൽ നമുക്ക് വണ്ടി ഓരോ തവണ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ബാറ്ററി വേണം. അതുപോലെ വണ്ടിക്കകത്തുള്ള പല പല ഉപകരണങ്ങൾ AC ഇതൊക്കെ വർക്ക് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യണം? പവർ വേണം. അപ്പോൾ ഈ പറയുന്ന വണ്ടി കറങ്ങുമ്പോൾ പവർ ഉണ്ടാവുമെങ്കിലും വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഓണാക്കാനും നമുക്ക് വീണ്ടും വേണ്ടേ? അപ്പോൾ ഓടുമ്പോൾ സ്റ്റോർ ആകുന്നു ചാർജ്, അത് നമുക്ക് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും? റീയൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ പറയുന്ന എന്താണ്? ഓക്കെ, സ്റ്റോറേജ് ഡിവൈസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാറ്ററി യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ സിമ്പിൾ കാര്യമാണ്. എത്ര ടൈപ്പ് ബാറ്ററി അല്ലെങ്കിൽ സെല്ലുണ്ട് അതൊന്ന് നോക്കി വയ്ക്കണം. രണ്ടെണ്ണമാണ് ഉള്ളത്. ഒന്ന് പ്രൈമറി സെല്ല്, മറ്റൊന്ന് സെക്കൻഡറി സെല്ല്. സിമ്പിളാണ്. നമ്മുടെ വാച്ചിൽ ഉപയോഗിക്കുന്ന ബാറ്ററി, ക്ലോക്കിൽ ഉപയോഗിക്കുന്ന ബാറ്ററി, റിമോട്ടിൽ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാറ്ററി ഒന്നും നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു തവണ ഉപയോഗിച്ച് തീർന്നാൽ എടുത്ത് കളയത്തേ വശമുള്ളൂ. അങ്ങനെയുള്ള ബാറ്ററികളാണ് പ്രൈമറി എന്ന് പറയുന്നത്. അതായത് സെൽ വിൽ ബിക്കം ഡെഡ് വെൻ ദ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദ കെമിക്കൽ റിയാക്ഷൻ സ്റ്റോപ്സ്. ഓക്കെ, അതായത് ഈ പറയുന്ന കെമിക്കൽ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ നമുക്കവിടെ എന്ത് കിടക്കണം? ഈ പറയുന്ന കെമിക്കൽസ് വേണം. അപ്പോൾ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തുള്ള കെമിക്കലൊക്കെ തീർന്നു പോകും, റിയാക്ഷൻ സ്റ്റോപ്പ് ആവും. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ ഡ്രൈ സെൽ എന്ന് പറയുന്ന സാധനം, അതുപോലെ ഈ ബട്ടൺ സെല്ലൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇത് നമുക്ക് ഒരു തവണ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, പിന്നെ റീചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായിരിക്കും സെക്കൻഡറി സെല്ല്? റീചാർജ് ചെയ്യാൻ പറ്റുന്നവയാണെന്ത് അല്ലേ? റീചാർജ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകളാണ് സെക്കൻഡറി സെല്ല്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന സെല്ല്, ഇപ്പോൾ കാറുകളിലും ബൈക്കുകളിലും ഒക്കെ നമ്മൾ ഇലക്ട്രിക് ബാറ്ററി ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വണ്ടികളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? സെക്കൻഡറി സെല്ല്. നിങ്ങളുടെ വീട്ടിലെ ഇൻവെർട്ടർ പ്രവർത്തിക്കുന്ന എന്തിലാണ്? സെക്കൻഡറി സെല്ലിലാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഇത് റീചാർജ് ചെയ്യാൻ പറ്റും, അതുപോലെ പലതവണ നമുക്ക് യൂസ് ചെയ്യാനായിട്ടും പറ്റും. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് സെക്കൻഡറി സെൽ എന്ന് പറയുന്നത് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. അതായത് നമ്മുടെ ഇൻവെർട്ടറുകളിലും വണ്ടികളിലും ഒക്കെ ഉപയോഗിക്കുന്ന സാധനം. ഈ പറയുന്ന മുകളിൽ കുറേ ഹോൾ കാണും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് നമ്മുടെ D2O എന്ന് പറയുന്ന ഹെവി വാട്ടറൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലേ? എന്നാൽ അതല്ലാതെ ഈ അടുത്ത് നമുക്ക് ഇലക്ട്രോണിക് ഇൻഡസ്ട്രി റവല്യൂഷനൈസ് ചെയ്ത സാധനമാണ് എന്ത്? ലിഥിയം അയോൺ ബാറ്ററികൾ. മൊബൈൽ ഫോൺസിനകത്ത്, ലാപ്ടോപ്പിനകത്ത്, വണ്ടികൾക്കകത്തും ഇപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ലിഥിയം അയോൺ ബാറ്ററികൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? സ്മാർട്ട് ഫോൺസ്, ലാപ്ടോപ്സ്, ഇലക്ട്രിക്കൽ വെഹിക്കിൾസ്, ഇതിനകത്തൊക്കെ എന്താണ്? ലിഥിയം അയോൺ ബാറ്ററി ഉപയോഗിക്കാറുണ്ട്. പോർട്ടബിൾ ആണ്, ലോങ് ലൈഫാണ്, പലതവണ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിപ്പീറ്റ് ചെയ്ത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതാണ് എന്താ? സെക്കൻഡറി സെല്ല്. അപ്പോൾ രണ്ടും കഴിഞ്ഞെങ്കിൽ പിന്നൊരു ടൈപ്പ് സെല്ലാണ് ഫ്യൂവൽ സെല്ല്.
ഫ്യൂവൽ സെൽ എന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് ഡിസൈൻ വന്നിട്ട് കുറച്ച് കാലമായി, പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. അതായത് ഈ പറയുന്ന ഫ്യൂവലുകളുടെ കമ്പഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ചെയ്യും. ഹൈഡ്രോജൻ ഫ്യൂവൽ സെൽ ഉപയോഗിച്ചുള്ള കാറുകൾ ഹോണ്ട, ഹുണ്ടായി, ടൊയോട്ട വണ്ടികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അതായത് നോക്കിയേ the fuel cells are galvanic cells designed to convert chemical energy produced by the combustion എന്ന് വെച്ചാൽ എന്താ, ഫ്യൂവൽ ഓക്സിജനുമായി ചേർന്ന് കത്തുന്നതിനെയാണ് നമ്മൾ കമ്പഷൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ വണ്ടികളിലൊക്കെ IC എഞ്ചിൻസിലൊക്കെ നടക്കുന്ന പരിപാടി. ഓഫ് ദ ഫ്യൂവൽ സച്ച് എസ് ഹൈഡ്രോജൻ, മീഥേൻ ആൻഡ് മെത്തനോൾ ഇൻടു ഇലക്ട്രിക്കൽ എനർജി. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരുപാട് സമയം ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കാരണം എന്താണ്, ഹൈ എഫിഷ്യൻസിയാണ്, പൊല്യൂഷൻ്റെ അളവും വളരെയധികം കുറവാണ്. അതാണ് ഫ്യൂവൽ സെൽ. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അത്രയും പറഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ മനോഹരമായ ചാപ്റ്റർ എന്ത് ചെയ്തിരിക്കുകയാണ്, അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി വേണ്ടത് ലെറ്റസ് അസസ് ആണ്. അതിൻ്റെ ക്ലാസ് ഉടനെ എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. തിരക്കുകളുള്ളത് കൊണ്ടാണ് ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയുടെ അളവിൽ ഒരു ചെറിയ കുറവ് വന്നിട്ടുള്ളത്. സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.